ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ഇന്നാണ് തുടക്കമായത്. ഇന്നാദ്യം ഓസ്ട്രേലിയയാണ് ബാറ്റ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ആദ്യ ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആയിരിക്കുകയാണ്. ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ബൗളേഴ്സ് ഓസ്ട്രേലിയയെ എറിഞ്ഞൊതുക്കി. ജഡേജ 5 വിക്കറ്റാണ് സ്വന്തമാക്കിയത്. അതുപോലെ അശ്വിൻ 3 വിക്കറ്റ് നേടി. ഇന്ത്യയുടെ സ്പിന്നിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. അവസാനം ഓസ്ട്രേലിയ ഓൾ ഔട്ടായി. ഇന്ന് ടോസ് ലഭിച്ച ഓസ്ട്രേലിയ ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത്. വലിയ രീതിയിൽ പ്ലാൻ ചെയ്താണ് അവർ ഇന്ന് കളിക്കാൻ ഇറങ്ങിയത്. എന്നാൽ ഇന്ത്യയുടെ ബൗളിങ്ങിന് മുന്നിൽ അവർ തകർന്നടിഞ്ഞു. ആദ്യ ഇന്നിംഗ്സിൽ ഇപ്പോൾ ഓസ്ട്രേലിയ 177 റൺസിന് ഓൾ ഔട്ട് ആയിരിക്കുകയാണ്. ഇത്രയും ചെറിയ റൺസിൽ അവരെ ഒതുക്കാൻ സാധിക്കുമെന്ന് ഇന്ത്യ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ച് 177 റൺസ് ഒരു ചെറിയ ടാർഗറ്റാണ്. ഇനി അടുത്തത് ഇന്ത്യയുടെ ബാറ്റിംഗ് ആണ്. രോഹിത്തും രാഹുലുമായിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. പേര് കേട്ട ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാർ ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കി. സ്റ്റീവ് സ്മിത്തും മാർണസ് ലബൂൻഷയും മികച്ച കളിയാണ് ഇന്ന് ഓസീസിന് വേണ്ടി കാഴ്ചവെച്ചത്. അവരുടെ വിക്കറ്റ് നേടാൻ ഇന്ത്യ ഒന്ന് കഷ്ടപ്പെട്ടു. എങ്കിലും ഒടുവിൽ അവർ ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കി. പിന്നീട് അടിച്ചു കളിച്ച അലക്സ് കാരിയെ അശ്വിനാണ് പുറത്താക്കിയത്. ഇതോടെ ഓസീസിന്റെ പതനം പൂർണ്ണമായി. ഇന്നത്തെ മാച്ച് വിലയിരുത്തുമ്പോൾ സ്പിന്നർമാർക്കാണ് ആധിപത്യം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ സെക്കൻഡ് ബാറ്റിംഗിൽ ഇന്ത്യക്കും ഇതുപോലെ തകർച്ച നേരിടാൻ സാധ്യതയുണ്ട്. കാരണം ഇത് സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചാണ്. ഇന്ത്യയിലേക്ക് കളിക്കാൻ വരുമ്പോൾ ഓസ്ട്രേലിയ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇന്ത്യയുടെ സ്പിന്നിനെയാണ്. ഓസ്ട്രേലിയ പേടിച്ചതുപോലെ തന്നെ ഇന്ത്യൻ സ്പിന്നർമാർ അവരെ പഞ്ഞിക്കിട്ടു. ജഡേജയാണ് ഇന്ന് കളിയിലെ താരമായത്. കുറെ കാലത്തിന് ശേഷമാണ് ജഡേജ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയത്. 5 വിക്കറ്റ് നേടിയ താരം അത് ആഘോഷമാക്കി. അതുപോലെ അശ്വിന് 3 വിക്കറ്റും ഷമി സിറാജ് എന്നിവർക്ക് ഓരോ വിക്കറ്റും ലഭിച്ചു. 177 റൺസിന് ഇപ്പോൾ ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആയിരിക്കുകയാണ്. ഇനി ഇന്ത്യ ബാറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ത്യ മികച്ച രീതിയിൽ കളിച്ച് നല്ല ലീഡ് നേടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.